ഹായ് ഓൾ, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കല്ലുത്തിപ്പാറ ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നറിയപ്പെടുന്ന കല്ലൂർ തളി ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. വിശ്വാസികളുടെ കണ്ണിലൂടെ കാണുമ്പോൾ ചരിത്രപരമായ സവിശേഷമായ പ്രാധാന്യം അർഹിക്കുന്ന ക്ഷേത്രമാണ് കല്ലുത്തിപ്പാറ ശ്രീകൃഷ്ണ ക്ഷേത്രം. തൃശ്ശൂരിലെ കണ്ടാണിശ്ശേരി എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ശ്രീകൃഷ്ണ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസങ്ങളുടെ ഒരു കേന്ദ്രസ്ഥാനമാണ്. തൃശ്ശൂരിന് പുറത്തുള്ളവർക്കും അധികമൊന്നും അറിയില്ലെങ്കിൽ പോലും കേട്ടറിഞ്ഞെത്തുന്ന വിശ്വാസികൾ ഇതിന് തെളിവാണ്. ഇവിടെ പ്രധാന പ്രതിഷ്ഠ ശ്രീകൃഷ്ണനാണെങ്കിലും ഭഗവതി, അയ്യപ്പൻ, ഗണപതി, മുരുകൻ തുടങ്ങിയ ഉപദേവതമാരും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. പ്രഭാതത്തിലും പ്രദോഷത്തിലും ഇവിടെ നിത്യപൂജയുണ്ട്. പാറക്കൂട്ടത്തിന് നടുവിൽ സമനിരപ്പായ സ്ഥലത്താണ് ക്ഷേത്രം ഇരിക്കുന്നത്. ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് തകർക്കപ്പെട്ട ഈ ക്ഷേത്രം പുനരുദ്ധീകരിച്ച് ഇപ്പോൾ വളരെ മികച്ച രീതിയിൽ പരിപാലിക്കപ്പെടുന്നു. എല്ലാ മാസത്തിലെയും ആദ്യ ദിവസം ഇവിടെ പാദപൂജ നടക്കാറുണ്ട്. ഏപ്രിൽ മാസത്തിൽ പൂരവും ആഘോഷിക്കുന്നു. ഗുരുവായൂരിൽ നിന്നും ഏകദേശം 20 മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. പാറയാൽ ചുറ്റപ്പെട്ടു നിൽക്കുകയാണ് ക്ഷേത്രം. ശ്രീകൃഷ്ണന്റെ കാൽപാദം പതിഞ്ഞ ക്ഷേത്ര സംഗീതം എന്നതാണ് ഈ ക്ഷേത്രത്തെ ഇതര ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. പാറയുടെ മുകളിൽ ഒരു കാൽപാദം മുഴുവനായും തെളിഞ്ഞു കാണാം. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വരുമ്പോൾ കല്ലുത്തിപ്പാറ ക്ഷേത്രത്തിൽ പോകും വിധത്തിൽ യാത്രകൾ ക്രമീകരിക്കാം. ഗുരുവായൂരിൽ നിന്നും ഏകദേശം 9.3 കിലോമീറ്റർ ദൂരമാണ് ക്ഷേത്രത്തിലേക്കുള്ളത്. സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ കാൽപാദമാണ് ഇതെന്ന് കരുതപ്പെടുന്നു. ഗുരുവായൂരിൽ നിന്നും ഇവിടെ വന്നിരുന്നുവെന്നാണ് ഭക്തവിശ്വാസവും. കാൽപാദത്തിന് സമീപത്തായി കയർ കിടക്കുന്നത് പോലെയൊരു പാടും കാണാം. എന്നിരുന്നാലും കാലപ്പഴക്കം കൊണ്ടായിരിക്കണം ഇത് ചെറുതായി മായുന്നുമുണ്ട്. പാറക്കൂട്ടങ്ങൾക്ക് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന് മുകളിലുള്ള പാറയിൽ ഒരു ചെറിയ കുളം കാണാം. ഒറ്റനോട്ടത്തിൽ വളരെ ചെറുതാണെന്ന് തോന്നുമെങ്കിലും വേനൽ കടുത്താലും ഈ കുളം വറ്റാറില്ല എന്നതാണ് പ്രത്യേകത. ഏകദേശം 4 ആൾ താഴ്ച ഇതിനുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാണുമ്പോൾ വെറും ഒരു പാറക്കുളം പോലെ എന്നത് തോന്നാം. പണ്ടുള്ളവർ പറയുന്നതനുസരിച്ച് കടലിൽ ചാകരയുണ്ടാകുന്ന സമയത്ത് ഈ പാറക്കുളത്തിൽ കടലിലെ മീനുകളും വന്നിരുന്നുവത്രേ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.